അത് വാർത്തയാവുന്നത് അദ്ദേഹം തുറന്നു പറയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വിഷമം പറയുന്നു, അദ്ദേഹം സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ടല്ലോ. ഓക്കെ, പാർട്ടിയുടെ അച്ചടക്ക നടപടിയില്ല. ഇനിയിപ്പോൾ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ലല്ലോ സുധാകരനെതിരെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അസുഖബാധിതനായി കിടപ്പിലാണ്. അദ്ദേഹം പിന്നെ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് പഴയ പോലെയുള്ള ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അസുഖബാധിതനായിട്ട് തരത്തിലുള്ള വിശ്രമത്തിലായിരുന്നു, അല്ലാതെ അസുഖം അങ്ങനെ ഉണ്ടോ? അതെ, വിശ്രമത്തിലാണ് അദ്ദേഹം, വിശ്രമത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഞാനിപ്പോഴും വിചാരിക്കുന്നത് നാളെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുമെന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാളെ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കും, പത്രക്കാരോട് സമൂഹത്തോടും ചില എന്തൊക്കെയോ കാര്യങ്ങൾ പറയുമെന്നാണ്. അതിലൊന്നും തന്നെ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIM പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അദ്ദേഹം പറയുമെന്ന് പ്രതീക്ഷിക്കാൻ ഞാൻ ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യവും ഇപ്പോൾ തൽക്കാലം എനിക്കില്ല. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം പാർട്ടിയോടുള്ള തൻ്റെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മൂല്യം, അത് ഇടത് മൂല്യം തന്നെയാണ്. അതിൽ CPM പരിക്കേൽക്കുന്ന, ആ പാർട്ടിക്ക് പരിക്കേൽക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ശ്രീ അജിംസെ, കേരളത്തിലെ CPM വലിയ രൂപത്തിൽ അന്തഃഛിദ്രങ്ങൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ G. സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു തുറന്നു പറച്ചിൽ അദ്ദേഹം മുഖപുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം, G. സുധാകരനെ പോലെ ആ പാർട്ടിയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഫലം, അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചവരാണ് ആലപ്പുഴയിലെ പാർട്ടി എന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുടുംബം ഉൾപ്പെടെ നടത്തിയതിൻ്റെ ഒരുപാട് ത്യാഗപൂർണ്ണമായ കഥകൾ പറയുന്ന ഒരു നാടാണ് ആലപ്പുഴ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു. സത്യം പറയുമ്പോൾ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിയ ത്യാഗം എന്ന് പറഞ്ഞാൽ CPM പാർട്ടി കുടുംബങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു രക്തസാക്ഷിയൊന്നും ഇല്ലെങ്കിലും മിക്ക കുടുംബങ്ങളിലും രക്തസാക്ഷികളൊക്കെ ഉണ്ടാവും. അവരൊക്കെയും ത്യാഗം സഹിച്ചവരല്ലേ? ഞാൻ പറഞ്ഞു വന്നത് അത്രയും പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ രക്തസാക്ഷി ആ കുടുംബത്തിൽ ഉണ്ടായി എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്രയേറെ പാർട്ടിക്ക് വേണ്ടി എല്ലാം സർവ്വതും ത്യജിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പാർട്ടി അദ്ദേഹത്തിൻ്റെതായ പദവികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹത്തെ ഒരു അപമാനിക്കുന്ന തുല്യമാണ്. ഇപ്പോൾ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഒരു ചോദ്യത്തിന് ഒരു ആക്ഷേപിക്കുന്ന മറുപടി പറയുമ്പോൾ, ഒരു അപഹാസ്യനായ രൂപത്തിൽ പരിഹസിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്.